എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ വിചാരിക്കും 50 കഴിഞ്ഞു എന്ന് കരുതി നമ്മൾ അധ്വാനം കുറയ്ക്കുന്നവരാണ് കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച്. അപ്പോൾ ഇനി ഈ പ്രായത്തിൽ എന്തിനാണെന്ന ചിന്ത നിങ്ങളിൽ പലർക്കും കാണുമല്ലേ. എന്നാൽ 50 വയസ്സിന് ശേഷമുള്ള ജീവിതം കൂടുതൽ ഊർജ്ജസ്വലവും രോഗമുക്തവുമാക്കാൻ വേണ്ടുന്ന കുറച്ച് വ്യായാമം നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം 50 വയസ്സ് എന്ന് പറയുന്ന ഒരു വയസ്സൊന്നുമല്ല. ആ പ്രായത്തിലേക്ക് നമുക്ക് നല്ല ആരോഗ്യം വേണം. അതിന് നമുക്ക് വേണ്ടുന്ന പരിഹാരമായ കൃത്യമായ വ്യായാമവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് വ്യായാമം ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതേപോലെ ചെയ്യൂ. ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വ്യായാമത്തിലൂടെ പേശികളുടെ ബലക്കുറവ്, അതുപോലെ എല്ലുകളുടെ ആരോഗ്യം, പിന്നെ 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ മസിൽ കുറയും. അതിങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങും. 50 അടുക്കുമ്പോൾ ഇതിൻ്റെ വേഗത കൂടും. മനസ്സിലായോ? ഞാനീ കാണിക്കുന്ന വ്യായാമത്തിലൂടെ പേശികൾക്കും എല്ലുകൾക്കും ബലം കൂട്ടാം. അപ്പോൾ അതാണ്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് മുകളോട്ട്, അപ്പോൾ ഫുൾ ബോഡിയിലെ ഞരമ്പുകൾ മേളോയ്ക്കും താഴേക്കും നന്നായി വലിഞ്ഞ് നിൽക്കുകയാണ്. കണ്ടോ? എന്നിട്ട് മുകളിലേക്ക് പോയിട്ട് താഴെ പാദം അമർത്തിയടിക്കുക. വെറും നിലത്ത് നിന്നുകൊണ്ട് ചെയ്യണം കേട്ടോ. ഇപ്പം ഷൂവോ അല്ലെങ്കിൽ അതുപോലെയുള്ള കട്ടിയുള്ള ചെരുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് ചെയ്തിട്ട് യാതൊരുവിധ ഫലവുമില്ല. നമ്മൾ വെറും നിലത്ത് നിന്ന് അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് നമ്മുടെ ആ ഒരു മണ്ണോ അല്ലെങ്കിൽ ആ തറയുമായിട്ട് നിങ്ങളുടെ പാദം അമർന്ന് നിന്ന് വേണം ഈ ഒരു സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 50 അടുക്കുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ബലക്കുറവിൻ്റെ വേഗത കൂടുന്നതാണ്. അപ്പം ഞാനീ കാണിക്കുന്നതെന്ന് പറയുന്ന ഓട്ടമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓടുമ്പോൾ നമ്മുടെ രക്തത്തിലുണ്ടായിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറയും. ഇത് നമുക്കൊരു 30 മിനിറ്റ് അത്യാവശ്യമാണ് കേട്ടോ. ഇതുവരെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മരുന്നുകളും നമുക്ക് ദൂരെ മാറ്റാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. ഇത് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ സൈഡിലെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകിയിട്ട് നമുക്ക് നല്ല ഒരു ആയാസം അല്ലെങ്കിൽ ശരീരത്തിന് കിട്ടുന്നതാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, എന്താ സുഖമെന്നറിയാം. അപ്പം നമുക്ക് നമ്മുടെ പ്രായമാകുമ്പോൾ കാലൊന്ന് എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ തന്നെ ആ കാലിലെ അസ്ഥികൾ പെട്ടെന്ന് ഒടിയുകയാണല്ലേ. അപ്പോൾ എല്ലാവരും പറയും പ്രായമായില്ലേ, എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നുകൂടെ എന്നൊക്കെ. പക്ഷേ ഈ വ്യായാമത്തിലൂടെ ഈ ഒടിവൊക്കെ നമുക്ക് മാറ്റിവെക്കാം. കാരണം പെട്ടെന്നൊന്നും ഒടിയില്ല, ബലം കൂടി വരും വ്യായാമം ചെയ്യുമ്പോൾ. മറ്റൊന്ന് പ്രായമാകുമ്പോൾ ശരീരത്തിലേക്ക് കടന്നു വരുന്ന രോഗങ്ങൾ, അത് ഏത് രോഗങ്ങളൊക്കെയാണ്? പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങൾ എന്നിവയെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കൈകൾക്ക് നല്ല ബലവും നമ്മുടെ കൈകളിലുള്ള ചെറിയ അസ്ഥികൾക്കും ബലവും കിട്ടുന്നതാണ്. കണ്ടോ? ഇത് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാണ് ഉപകാരം. ഒന്ന്, നമ്മുടെ കൈകൾക്ക് നല്ല വ്യായാമം കിട്ടുന്നു, ഒപ്പം തന്നെ നമ്മുടെ കഴുത്തും ആ വഴിക്ക് പോവുകയാണ്, കണ്ണുകളും ആ വഴിക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു റൗണ്ടിങ്ങിലൂടെ കണ്ണും അതുപോലെ നമ്മുടെ നെക്കിൻ്റെ ഭാഗവുമൊക്കെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ വളരെ അധികം രക്തയോട്ടം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മൾ വെറുതെ ഇരുന്ന് വാങ്ങിക്കുന്ന രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. ഇതുപോലെ കഴുത്തിൻ്റെ മറുഭാഗം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ? ഇത് ചെയ്യുന്നത് നമ്മുടെ കഴുത്തിനും അതുപോലെ നമ്മുടെ മുതുക് ആ ഒരു വശവും അതുപോലെ അരക്കെട്ടും ഒക്കെ തന്നെ എപ്പോഴും ഒരു ഊർജ്ജമായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പുകൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്ത് കഴിയുമ്പോൾ നന്നായി ശരീരം വിയർക്കും കേട്ടോ. ഞാനൊരു 15 മിനിറ്റ് ഇത് ഇടവിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സാധിക്കും.
കൃത്യമായി വ്യായാമം ചെയ്യാൻ ശീലിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ ആണെങ്കിലും ഷുഗറിൻ്റെ ആണെങ്കിലും BP-യുടെ ആണെങ്കിലും ഏതാണെങ്കിലും നമുക്കിനി അതൊന്നും ആവശ്യമില്ല എന്ന് നമുക്ക് ഉറച്ചു പറയാൻ സാധിക്കും. ഇതൊക്കെയെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വ്യായാമം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ 1 മിനിറ്റ് നിങ്ങളുടെ ക്ലോക്കിലോ വാച്ചിലോ ഒക്കെ നോക്കിയിരുന്നുകൊണ്ട് നിങ്ങൾക്ക് എത്ര നേരം ഹൃദയമിടിപ്പിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് നോക്കണം. മനസ്സിലായോ? ഹൃദയമിടിപ്പ് എത്രത്തോളം പിടിച്ചു നിർത്താൻ സാധിക്കും, എത്ര മിനിറ്റ് ആ ഒരു ശ്വാസം വിടാതെ ഇരിക്കാൻ സാധിക്കും. അത് ഒരു നല്ലൊരു വളരെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതി വളരെ നല്ലതാണ് കേട്ടോ, അതറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജിമ്മിന് പോകാൻ സാധിക്കാത്തവർക്കും സൂംബ ഡാൻസിന് പോകാൻ സാധിക്കാത്തവർക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് വ്യായാമം ചെയ്താലും നമ്മുടെ ശരീരത്തിനെ നമുക്ക് കുറച്ച് ബലം ഒക്കെ ആക്കാനും അതുപോലെ രോഗങ്ങളിൽ നിന്നും മുക്തി നേടി സുഖമായിരിക്കാനുമൊക്കെ സാധിക്കും. ഇപ്പം നമ്മൾ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടുക്കള പണിയൊക്കെ ചെയ്തിട്ട് മാറി എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് TVയും കണ്ട് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളുണ്ടാകത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളപ്പോൾ എപ്പോഴും ഇതേപോലെ എക്സസൈസ് ചെയ്യണമെന്നല്ല. രാവിലെ ഉണർന്നാലുടൻ ആ ഒരു സമയത്ത് നമുക്കിതുപോലത്തുള്ള വ്യായാമം ശരീരത്തിന് മസ്റ്റായിട്ട് ആവശ്യമാണ്. ഈ വീഡിയോ ഒന്ന് വളരെ വേഗം ഷെയർ ചെയ്തോളൂ.